അല്ലല്ലേ, ബാലുവിന് ഇതറിയാൻ വഴിയില്ല. ഇവൻ അവനെയും പറ്റിച്ചായിരിക്കും അവിടെ ചേർത്തത്. എന്താടാ അത്ര ഗൗരവം? അമ്പലത്തിലൊക്കെ പോയാ? അതെ, ഇന്ന് ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കുന്ന ദിവസമോ. അല്പമൊക്കെ സന്തോഷവും കുറച്ചൊക്കെ സമാധാനവും അല്പനേരത്തേക്ക് ഉള്ളതെന്നറിയാം. അതങ്ങനെ നിന്നോട്ടെ, നശിപ്പിക്കരുത്. ഇതെന്താ? സോറി വേണം, സോറി ബാലു, സോറിയേ. എനിക്കൊരു അത്യാവശ്യ കാര്യം നിന്നോട് പറയാനുണ്ട്. നമ്മളീ പോണ കോളേജില്ലേ? ഹലോ, പേടിപ്പിക്കാതെ വന്നോടാ. പേടിച്ചാ വന്നോ? വന്നു. നീ എന്താടാ ഇങ്ങനെ? ഇതൊരു ബാങ്കാണ്, ആ ഒരു മര്യാദയിലേക്ക് ഒന്ന് പെരുമാറും. മഞ്ജു ഇതെവിടെ? ആരാ നിന്റെ മഞ്ജു? ചൂടാവല്ലേ, ഇതൊരു ബാങ്കല്ലേ. എടാ, നിനക്ക് പറ്റുമെങ്കിൽ കുറച്ച് മാസത്തേക്ക് ഒന്നും മിണ്ടാതിരിക്കാവോ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ തൊട്ട് അവനോട് സംസാരിക്കും. ഞാൻ മഞ്ജു, മഞ്ജേഷ്, ഇവൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നീ എന്നോട് പറഞ്ഞാൽ മതി. ഞാനായിരുന്നു നിന്റെ അടിമയെ. അളിയാ പ്ലീസ്. മാഡം പെട്ടെന്ന് കിട്ടതല്ലേ? അത് കുറച്ച് സമയം എടുക്കും. 20 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞത്. അതിനുള്ള തന്നെ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതൊന്നും അവനോട് പറഞ്ഞേക്ക്. ഞാനാ ഇത് വെച്ചോ പ്ലീസ്. ഞാൻ ഇങ്ങനെ പോ. അതെ, ബാങ്കാണ്. ഇനി DD ആവശ്യമില്ല. എന്റെ അമ്മോ, ദേ വരുന്നു. ഇത് അവൻ പഠിക്കുന്ന കോളേജ് എന്താണ് പറയുന്നത്? വിട് വിട്. ഇവിടെ ഒരു ഗുണ്ടയോടെ കളിക്കുന്നുള്ള ബോധം നിനക്കുണ്ടോ? വിട് വിട്. പറഞ്ഞാ നീ സമ്മതിക്കില്ല എന്ന് അറിയാവുന്നോണ്ടോ പറയാതിരുന്നു. ആളുകൾ നോക്കുന്നു. നീയല്ലേ നാണക്കേടിന്റെ ആള്? എന്തൊരു പവറാടാ നിനക്ക്. എടാ, നീയും കൂടി വിചാരിച്ചാൽ നമുക്ക് ഒരുമിച്ച് തീർക്കാവുന്നുള്ള ആ റോക്കോയെ. നീ നടങ്ങ്, അവ ഒന്ന് പറഞ്ഞോട്ട്. നീ എന്തിനാ ചുമ്മാ ചൂടാവുന്നത്? നിന്നോട് ആരാ പറഞ്ഞ അവൻ ഗുണ്ടയെന്ന്? നിന്റെ അമ്മ. പിന്നല്ലാതാരാ? എന്റെ അമ്മയെ. എടാ, എന്റെ അമ്മയുടെ അഭിപ്രായത്തിൽ എന്റെ അച്ഛനാ ഏറ്റവും വലിയ ഗുണ്ട. താങ്ക് യു. ഹലോ, സാവിത്രിയോ? എന്താ? ഒന്ന് നാട്ടി വരണം, എത്രയും പെട്ടെന്ന്. വരാലോ. അല്ല, എന്താ? എന്തിനാ? എടാ, ഈ റോക്കോയുടെ അച്ഛനാണ് ഗുണ്ട. അവൻ വെറും ഒരു പോസ്റ്ററിംഗ് ആണ്. പോസ്റ്ററിംഗ് എന്താ ആന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം എന്താണോ? അതെ, എന്താ പ്രശ്നമെന്ന്. എടാ, നിനക്കും മഞ്ജുവിനും വേണ്ട കോമേഴ്സ് ആ കോളേജിലുണ്ടോ? ഉണ്ട്. ഉണ്ട്. പിന്നെ എനിക്ക് വേണ്ട ഏതെങ്കിലും കോഴ്സ് ആ കോളേജിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ നമ്മുടെ പഠിത്തത്തിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. പിന്നെ റോക്കോ, എടാ, അവൻ എനിക്കുള്ളൊരു ബോണസായി മാത്രം നീ കണ്ടാ മതി. നീ കൂടുതൽ ആലോചിച്ച് തലപോക്കാതെ വന്നേ. അഡ്മിഷൻ ലേറ്റ് ആയില്ലേ, ഉള്ള സീറ്റോടെ പോവും. പറഞ്ഞേക്കാം. എടാ, അതെ അതെ, ഞാൻ എഴുതിക്കോളാം. ബാലു, എടാ എനിക്കറിയാം. ബാലു, എടാ, ഞാനിതൊന്ന് ശരിയായിട്ട് പൂരിപ്പിച്ചോട്ടെ. ബാലു. സഹായിക്കണ്ട, ഞാൻ ചെയ്തോളാം. എടാ, എന്തോന്നു ബാജു? എടാ, നിന്നെ ഒറ്റ ഒരുത്തിനെ വിശ്വസിച്ചാണ് ഞാൻ ഈ ക്യാമ്പസ് സെലക്ഷൻ പോലും ഇല്ലാത്ത കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ സംഭവിച്ചത്. കുടിക്കപ്പോ സമാധാനമായല്ലോ. എന്നാ തോളം പൂരിപ്പിക്കും. ബാലു, എടാ ബാലു, നോക്കിങ്ങോട്ട്. എടാ, ഞാനൊന്ന് പറയട്ടെ. എന്തോ പറയാനാ? എടാ, അവനെ പുറത്തിട്ട് അടിക്കുന്ന പോലെ അവന്റെ കോളേജിനകത്തിട്ട് അടിക്കുന്നേ. അത് മാത്രമല്ല, അവൻ ഇന്നു മുതൽ നിന്റെ സീനിയറാ. സീനിയർ അല്ലേ ആയുള്ളൂ, അല്ല അതിന്റെ അച്ഛനൊന്നും ആയില്ലല്ലോ. ഞാൻ പറയട്ടെ. എടാ, എനിക്കറിയാം നിന്റെ ടെൻഷന്റെ കാര്യം ജയലജ. പക്ഷെ ഇതുകൊണ്ട് നിനക്കൊരു ചീത്തപ്പേരുണ്ടാവില്ലെന്ന്. ദേ, ഞാൻ വാക്കുവരും. ശരി, ഞാൻ ഒരു ഐഡിയ പറയാം. നോക്കിങ്ങോട്ട്. പറ. ഇന്ന് കോളേജിന് പുറത്തു വെച്ച് ഒരു അവസാന ശ്രമം നടത്തുന്നു നിനക്ക് വേണ്ടി. എനിക്ക് എന്നാ എനിക്ക് വേണ്ടി. എന്താ പറയുന്നു? എന്തൊരു കോടാലിയായ. ഇന്നത്തോടെ ഇത് നിർത്തിക്കോണം. ടപ്പേന്ന് ചെറിയൊരടി. ഓക്കെ. അവന്റെ ടൂൾസ് വല്ലതും കാണും. എന്താ
തള്ളാനായിരുന്നെങ്കിൽ മറ്റേ ആ സൈക്കിൾ എടുത്തു വന്നപ്പോഴായിരുന്നു. എടാ ഞാൻ ചായ പിന്നെ ഉഴുന്നോട തെളിഞ്ഞ് പരിപ്പോട ഏത്തക്കാപ്പം എല്ലാം ഉണ്ടാവണേ ഈശ്വരാ. ഈശ്വരാ അതോണേ. ചേട്ടാ ഒരു ചായ ഒരു വട ഒരു ഏത്തക്കാപ്പം എല്ലാം വേണ്ട. ഏത്തക്കാപ്പം മതി. എടുക്കട്ടാ എന്തൊരാത്യം. ചേട്ടാ പെട്ടെന്ന്. ഭാഗ്യം കണ്ണാടി ഉണ്ട്. അതെ അടിയിലോട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ സീറ്റ് മാറ്റണം. നിനക്ക് ആ കീറിയ ഭാഗം മാത്രം ഒന്ന് മാറ്റി തരാൻ പറ്റുമോ? എത്ര നേരം എടുക്കും? അതിന് 10 മിനിറ്റ്. 5 5 പെട്ടെന്നാവട്ടെ. ചേട്ടാ ഒരു ചായ. ചേട്ടാ വണ്ടി റെഡി. എടാ അപ്പൊ നീയാണല്ലോ സീറ്റ് കുത്തിക്കറിയോ? കണ്ണടി താടാ ഒരു മിനിറ്റ്. എന്റെ ബൈക്ക് എന്റെ കണ്ണാടി താടാ. ഇല്ലെങ്കിൽ കണ്ണാടി എടുക്കണം. ചേട്ടാ ചേട്ടാ മനോരമല്ലേ? അമ്മ ഓടി. ചേട്ടാ ഈ കണ്ണൊന്ന് പൊത്തുവോ പ്ലീസ്. ചേട്ടാ കണ്ണൊന്ന് പൊത്ത് വേഗം. എന്റെ കണ്ണല്ലടാ ഈ മണ്ണ് മണി കണ്ടുകൊണ്ട്. ധൈര്യം എന്റെ വീട്ടിൽ വന്ന് പിടിക്കാൻ നോക്കടാ. നിന്നെ എടുത്തോളാ. എന്റെ അച്ഛൻ നിന്നെ എടുത്തോളാം. വണ്ടി ഇറങ്ങണം. അങ്ങനെ കോളേജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കോളേജിൽ പോയിട്ട് മാന്യമായി തല്ലാന്ന്. ഇറങ്ങി എങ്ങോട്ടാ? എന്താ കോളേജൊക്കെ ചെറുത്, അതിലും വലിയ വടം വീടിന്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ടാവും. പിന്നെ നിന്റെ വീട്ടിലെ പോലെ ഒന്നും അല്ല, ഇവിടെ ഇല്ലാത്ത മുറി വരെ കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞോ? പിന്നെ വരാതെ നമുക്ക് പുറകോടെ പോവാം. വാ. ഇങ്ങനാണോ സിഗ്നൽ വരുന്നത്? ചായയും ഇനി എന്റെ ഏത്തക്കാപ്പത്തെ കുറ്റം പറ. ഇത്രയും നല്ലൊരു സിഗ്നൽ എന്റെ അമ്മയെ നിന്റെ അമ്മ. ആന്റി ആന്റി എന്താ ഇവിടെ? നീ എന്റെ ചെക്കന്റെ ദേഹത്ത് കൈ വെക്കുമല്ലേ? ഏത് ചെക്കൻ്റെ? ആരാടാ ഇവര്? നിനക്ക് പറയാനുള്ളത് അവനോട് പറ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്റെ ചെക്കനെ തല്ലുന്ന ഈ വിവരമില്ലാത്ത
മിണ്ടരുത്. നിന്നെക്കാളും 3-4 വയസ്സ് ഇളയതല്ലടാ അവൻ. പോട്ടെ, നീ ഒരു ക്രിമിനൽ ആണെന്നെങ്കിലും നിനക്ക് ഓർമ്മ വേണ്ടേ? നിന്നെ തവണ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. നോക്കിക്കോ. എന്റെ സ്വഭാവം അറിയില്ല. യഥാർത്ഥത്തില് ഇവര് തമ്മിൽ എന്താണെന്ന് സാറെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഞാൻ ചോദിച്ചാ പറയില്ല. സാർ അത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. അമ്മ വെറുതെ പേടികാരൻ നിർബന്ധിച്ച് എന്നോട് കൊണ്ടുവന്നു. ഡാ മിണ്ടാതിരിക്കുന്നേ. കണ്ടില്ലേ സാർ ഇവന്റെ നകളിപ്പ്? മാഡം പ്ലീസ്, ഇതിപ്പോൾ നിങ്ങൾ തമ്മിൽ അടികൂടി അത് ഞാൻ തീർക്കേണ്ട അവസ്ഥ വരുമോ? പറയാൻ പാടുണ്ടോ എന്ന് അറിയത്തില്ല. എന്നാലും ഈ മോനെ പോലെ കൂട്ടിലടച്ച് വളർത്തുന്ന പിള്ളേർക്കൊന്നും ഇടപെടാൻ പറ്റിയ ഐറ്റം ഒന്നും അല്ല അവനൊന്നും. ഏതായാലും ഇവനെ ആരും കൂട്ടിലടച്ച് വളർത്തിയിട്ടില്ല. വേണ്ടാത്ത എല്ലാ സ്വാതന്ത്ര്യം ഇവന് കിട്ടിയിട്ടുണ്ട്. അതിന്റെയാണല്ലോ ഈ കാണുന്നതൊക്കെ. അതെ, നമുക്ക് ആദ്യം ഒരു തീരുമാനത്തിലെത്താം. ഈ വാശിയും വൈരാഗ്യവും ഒക്കെ മനസ്സിലിട്ട് നടക്കാതെ എന്തെങ്കിലും ക്രിയാത്മകമോ സർഗാത്മകമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. ഇതൊന്നും ജീവിതത്തിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ വാശിയും വൈരാഗ്യങ്ങളും ഒക്കെ. പിന്നെ അവൻ്റെ കാര്യം, അത് മാഡം വൃത്തിക്കൊരു പരാതി എഴുതിയിട്ടിങ്ങാന്നോ ബാക്കി ഞാൻ നോക്കാം. ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ട് നോക്കും, ഞാൻ നോക്കിക്കോളാം. ശരി. ഡേ നീ വന്നേ, ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളൊന്ന് മുഴുകാൻ ശ്രമിക്കുമോ? ആ ആ ആ. എന്തോ പറഞ്ഞേ? ക്രിയാത്മകവും സർഗാത്മകവും അല്ലേ? ആ റൈറ്റ്. ആട്ടെ.